ഇന്നത്തെ സ്പെഷ്യൽ അച്ചിങ്ങ മെഴുക്കുവരട്ടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് കഴുകി വെച്ചിരിക്കുന്ന അച്ചിങ്ങയുടെ 2 അറ്റവും മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങേൻ്റെ ഒപ്പം നമുക്ക് വേണ്ടത് ഉള്ളി, വെളുത്തുള്ളി, വേപ്പില. ഉള്ളിയും വെളുത്തുള്ളിയും നമുക്ക് ചതച്ചെടുക്കണം. ഇനി നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ അതിൻ്റെ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് ചതച്ച് വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേപ്പില ആഡ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുക. അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മൾ അതിനകത്ത് മസാലാസ് ആഡ് ചെയ്യാൻ പോവുക. ഞാൻ അത് യൂസ് ചെയ്യുന്നത് മഞ്ഞപ്പൊടിയും ചില്ലി ഫ്ലേക്സും മാത്രമാണ്. മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല. ചില്ലി ഫ്ലേക്സ് ഇടുമ്പോൾ തന്നെ അത്യാവശ്യം എരിവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അച്ചിങ്ങ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം. നോൺ സ്റ്റിക്ക് പാൻ അല്ലാത്തതുകൊണ്ട് അതിൻ്റെ അടിയിൽ മസാലാസ് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് വേവിക്കാൻ വെക്കുന്നത്. അല്ലെങ്കിലും കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് തന്നെയാണ് അച്ചിങ്ങ വേവിക്കാൻ വെക്കുക. അടച്ച് വെച്ച് വേവിച്ച് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതെപ്പോഴും അടച്ച് വെച്ച് വേവിക്കണമെന്നില്ല. കാരണം അടച്ച് വെച്ച് വേവിക്കാതെ ഫ്രീക്വൻ്റായിട്ട് ഇളക്കിക്കൊണ്ടിരുന്നാൽ നമുക്ക് ആ അച്ചിങ്ങേൻ്റെ പച്ചനിറം മാറാതെ തന്നെ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് കാണാനും നല്ല അടിപൊളിയായിരിക്കും. ഫൈനലി നമ്മുടെ അച്ചിങ്ങ മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.